പത്മ ലളിതാ സഹസ്രനാമം. അടുത്ത വരി: അരുണാം കരുണാം തരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണ ചാപാം. അരുണാം കരുണാം, കരുണയുടെ, അതായത് കമ്പാഷൻ്റെ അരുണ നിറമാണ് ഉദ്ദേശിക്കുന്നത്. അരുണം എന്നാൽ ആ ഉദയ സൂര്യൻ്റെ ആ നിറമുണ്ടല്ലോ, പ്രകൃതിയുടെ നിറം ഒന്ന്, ഉള്ളിലുള്ള അമ്മയുടെ ആ കരുണയുടെ നിറമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ ഉള്ളിലുള്ള നിറം പുറമെ വരികയാണ്. കരുണയുടെ ഉഗ്രതയാണ്, അതല്ലാതെ ദേഷ്യത്തിൻ്റെ ഉഗ്രതയല്ല. അതിൽ ചുവന്നു തൊടുത്ത അമ്മ അത് നമ്മളിലേക്ക് എങ്ങനെ വരും? പ്രവഹിക്കും. അതാണ് തരംഗിതാക്ഷിയും, തരംഗങ്ങളായി പ്രവഹിക്കും. ഓരോ തരംഗങ്ങളുടെയും ഉദ്ഭവം, ഉറവിടം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല. എവിടെയാണ് അത് അവസാനിക്കുന്നതെന്നും പറയാനാവില്ല. എന്നാൽ നമ്മളെപ്പോഴും ആ തരംഗങ്ങളിലാണ്. റിപ്പിൾ എഫക്റ്റ് എന്ന് പറയില്ലേ, അതായത് ആ തരംഗങ്ങൾ ഓരോ നിമിഷവും നമ്മളെ അലയടിച്ചുകൊണ്ടേയിരിക്കും. പഞ്ചഭൂതങ്ങളായി, ശക്തികളായി, തരംഗങ്ങളായി മാറുന്നു. അതിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അക്ഷീം, അക്ഷി എന്നാൽ കണ്ണുകൾ. അമ്മ എന്നൊരർത്ഥവുമുണ്ട്. നമ്മൾ ആച്ചി എന്ന് പറയില്ലേ തമിഴിൽ, അതാണിത്. തരംഗിതാക്ഷീമാണ്. അമ്മയുടെ കണ്ണുകളിലൂടെയുള്ള തരംഗങ്ങളാണ്. കണ്ണുകൾ, ഈ പ്രകടമായ കണ്ണുകൾ എന്നൊരർത്ഥമുണ്ട്. കാരണം അമ്മയെ നമ്മൾ ഒരു ശരീരമായിട്ട് കാണുമ്പോൾ. ഉൾക്കണ്ണ് എന്നൊരർത്ഥവും കൂടെ ഉണ്ട്. അപ്പോൾ ആ തരംഗങ്ങളെയാണ് നമ്മൾ വൈബ്രേഷൻസ്, ഫ്രീക്വൻസി എന്ന് മുന്നേയും പറഞ്ഞത്. അതാണ് ഇവിടെ. ധൃത പാശാങ്കുശ പുഷ്പബാണചാപാം. ധൃതപാശാങ്കുശം, പാശവും അങ്കുശവും അമ്മ ധരിച്ചിരിക്കുകയാണ്. പാശമെന്നാൽ അമ്മയുടെ നിറഞ്ഞു തുളുമ്പി വഴിയുന്ന സ്നേഹത്തെ തന്നെയാണ് പാശം എന്ന് പറയുന്നത്. അത് നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്, ഒരു സംരക്ഷണ വലയം തീർത്തിരിക്കുകയാണ്. നമ്മൾ എത്ര ദൂരെ പോയാലും ആ പാശത്തിലാണ് അമ്മ പിടിച്ചിരിക്കുകയാണ്, ഒരു കടിഞ്ഞാണ് പോലെ. അതൊരു കവചമാണ് നമ്മുടെ. അങ്കുശം, അങ്കുശം എന്നാൽ തോട്ടി. നമുക്കിടക്കിടയ്ക്ക് മതവിളകും, ആനയാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? ആ മൂർച്ചയുള്ള, ശാസിക്കാൻ ഉപയോഗിക്കുന്ന ആ തോട്ടിയെടുത്ത് ഇങ്ങനെ വെക്കും. കുത്തില്ല, ഇങ്ങനെ വെക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാവും, അതെ മതവിളകി. അമ്മ തരുന്ന സൂചനയാണ്. മനസ്സിലേക്ക് തിരിച്ചു വാ, എന്നിലേക്ക് വാ, എന്നിട്ട് ഒരു വലി. അപ്പോൾ തിരിച്ചും ആ പാശത്തിൽ നമ്മൾ അമ്മയിലേക്ക് തന്നെ എത്തും, അല്ലെങ്കിൽ അമ്മ എത്തിക്കും. പുഷ്പബാണചാപാം. ഇനിയും അത് മുന്നോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അമ്മ എന്ത് ചെയ്യും? പുഷ്പബാണമയക്കും. നമ്മളെ കൊല്ലാനല്ല. അതാണ് ശരം നേടുതാത്തത്. ശരമാണ് അയ്യുന്നത്, ഇത് പുഷ്പബാണമാണ്. നമ്മളെ ഓർമ്മിപ്പിക്കുകയുള്ളൂ, വിളിക്കുകയുള്ളൂ. ഒരു മണത്താൽ, ഒരു ഗുണത്താൽ, ഒരു നിറത്താൽ. പുഷ്പബാണ ചാപാം. ഇവിടെ ചാപാം എന്നുള്ളതിന് കരിമ്പുമായിട്ടൊരു സാന്നിധ്യം പറയുന്നുണ്ട്. കരിമ്പ് എവിടെയാണ്? കാടുകളിലാണ്. അതിൻ്റെ ആ കാഠിന്യമുള്ള പുറം ചട്ടയും അതിനുള്ളിലെ മധുരമുള്ള ആ സത്വമാണ് നമ്മുടെ മനസ്സ്. അമ്മ എന്ത് ചെയ്യും? മുന്നോട്ട് പോവുകയാണെങ്കിൽ കാരുണ്യത്തോടെ തിരിച്ചു വിളിക്കുകയാണ്. പാശത്താൽ വിളിക്കും, കാരുണ്യത്താൽ വിളിക്കും. എങ്ങനെ വിളിക്കും? പുഷ്പബാണചാപാം. ഓരോ ശരങ്ങളല്ല, ബാണങ്ങളാണ് അയക്കുന്നത്, കാമദേവനെ പോലെ. പക്ഷെ ഇത് അമ്മയാണെന്ന് മാത്രം. ആ ബാണം അയച്ച് അമ്മ നമ്മുടെ മനസ്സിൻ്റെ കാഠിന്യം മാറ്റി മാധുര്യത്തിലേക്ക് തിരിച്ചെത്തിക്കും. അതാണ് ഈ വരി. അപ്പോൾ അരുണാം കരുണാം തരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം. എല്ലാവർക്കും നല്ലത്. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.